വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. കൽപ്പറ്റ ഭാഗത്തേക്ക് വാഹനം എടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു വാഹനം. ദേശീയപാതയിലായിരുന്നു വാഹനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് വാഹനം എടുക്കാൻ വേണ്ടി തിരിച്ച സമയത്താണ് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൈവരി തകർത്ത് വാഹനം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനം ഈ കൈവരിയുടെ താഴത്ത് 12 അടി താഴ്ചയുണ്ട്. ഒരുപക്ഷെ വാഹനം അല്പം കൂടി മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഈ വാഹനം പിടിച്ചൊരു യുവതിയാണ്. ആ യുവതിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കൈവരിയും തകർത്ത് ഫുട്പാത്തിന് കുറുകെയാണ് കാർ നിന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതിൽ തന്നെ കാറിന്റെ മുൻപിലെ 2 ടയറും നിൽക്കുന്നത് ഫുട്പാത്തിന് അപ്പുറ ഭാഗത്തേക്കാണ്. അതായത് 12 അടി താഴ്ചയിലേക്ക് ഒരുപക്ഷെ വാഹനം വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ വാഹനം ആ കൈവരിയുടെ കുറുകെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ യുവതിക്ക് പരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്താണ് ബ്രേക്ക് ജാമായത് മറ്റോ പ്രശ്നങ്ങളാണോ എന്നറിയില്ല. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും യുവതിക്ക് പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അഖില, ശരി, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.